എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 93/2016 എന്നുള്ള ഡിക്റ്റേഷന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാസേജാണ് ഇന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ഔട്ട്ലൈൻസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2-3 വേർഡ്സ് കൂട്ടി എഴുതാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എഴുതുക. മാക്സിമം വവൽസ് കുറച്ച് എഴുതുക. വവൽസ് കുറച്ച് എഴുതുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കായിരിക്കണം ഔട്ട്ലൈൻ എഴുതേണ്ടത്. ഈ ഔട്ട്ലൈൻസ് ഒക്കെ തിരിച്ചെഴുതേണ്ടതാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് മാത്രമേ നമ്മൾ ഷോർട്ട് ഹാൻഡിൽ എഴുതാൻ പാടുള്ളൂ. വവൽസ് ഒഴിവാക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വവൽസ് ഇടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ വവൽസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമയം പോകും. അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു ഏകദേശമുള്ള ഒരു ഔട്ട്ലൈനാണ് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതണം എന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് OMR മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് KGTE ബേസ്ഡ് ആയിട്ടുള്ള SSLC +2 ഡിഗ്രി ലെവൽ ഇത്രയും പോസ്റ്റുകൾക്ക്, എല്ലാ പോസ്റ്റുകൾക്കും ഒരേ സിലബസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും ടൈപ്പ് റൈറ്റിങ്ങും എന്നുള്ള ഈ 2 സബ്ജക്ട്സിനും കൂടിയിട്ട് ഒരു പെയ്ഡ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് യു ആർ സ്റ്റഡിങ് ഫോർ സം പർപ്പസ്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്ന് എഴുതിയിട്ടുള്ളത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. യു ആർ സ്റ്റഡിങ് ഫോർ സം പർപ്പസ്. പിന്നെ പെർഹാപ്സ് ഇറ്റ് ഈസ് സോൾലി ടു പാസ് ആൻ examination or a series of examinations. Perhaps it is solely to pass an examination. Examination എന്ന് എഴുതിയിട്ടുള്ളത് ഗേ സർക്ലസ് MN ഷൺഹുക്ക് or a series of examinations. You may be a student in an institution or may be working on your own. അപ്പം യു മേ ബി എന്നുള്ളത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ മേക്ക് എം എന്ന് പറയുമ്പോൾ അത് മീ ആയിട്ട് വരാം, ഹിമ്മായിട്ട് വരാം. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എ എന്നുള്ള ആ ഒരു ഓവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. യു മേ ബി എ സ്റ്റുഡൻറ്റ് ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ മേ ബി വർക്കിംഗ് യുവർ ഓൺ. അപ്പോൾ അത് വർക്കിംഗ് ഓൺ ഉണ്ട് കേട്ടോ. ഓൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ബട്ടിൻ്റെ മാർക്ക് ഫസ്റ്റിൽ ഓൺ ദ ലൈൻ അല്ല, എബോവ് ദ ലൈൻ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാകുന്നത്. അങ്ങനെ എഴുതണം. ഇതിവിടെ കട്ടായി പോയിട്ടുണ്ട്. യുവർ ഓൺ എന്ന് പറയുമ്പോൾ യുവർ എഴുതുക, എന്നിട്ട് ഹെൻ ഹുക്ക് ഇടുക, യുവർ ഓൺ. ഓക്കെ. ഇഫ് യു ആർ അറ്റൻഡിങ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ടേക്കിംഗ് എ കറസ്പോണ്ടൻസ് കോഴ്സ് യു ആർ ബീയിങ് ഹെൽപ്ഡ് ബൈ ടീച്ചേഴ്സ്. അപ്പോൾ ഇഫ് യു ആർ ഒരുമിച്ച് എഴുതി. ഇഫ് യു ആർ അറ്റൻഡിങ് അത് എഴുതിയിട്ടുള്ളത് ടി ഹാൽവ് എൻ ഹുക്ക് ഇങ്ങാണ് അറ്റൻഡിങ്. ആ എന്നുള്ള വവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടു എഡ്യൂക്കേഷണൽ എന്ന് എഴുതിയിട്ടുള്ളത് DK ഷൺഹുക്ക് അപ്പാടല് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ടേക്കിംഗ് എ കറസ്പോണ്ടൻസ് ശ്രദ്ധിക്കുക. ഔട്ട്ലൈന് സർക്ലസ് P ഹാൽവ് എൻ ഹുക്ക് N സർക്ലസ്. ഇങ്ങനെയാണ് കറസ്പോണ്ടൻസ് എന്ന് എഴുതിയിട്ടുള്ളത്. അവിടെ കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ അവിടെ കറാണ് നമ്മൾ എഴുതിയിട്ടുള്ളതെങ്കിലും അവിടെ എന്നുള്ള, അതായത് സെക്കൻഡ് വവ്വൽ എന്നുള്ള വവ്വൽ വന്നിട്ടുണ്ട്. അത് നമ്മളവിടെ വെട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കറസ്പോണ്ടൻസ് കോഴ്സ് എന്ന് എഴുതിയിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. കറസ്പോണ്ടൻസ് കോഴ്സ് യു ആർ ബീയിങ് ഹെൽപ്ഡ് ബൈ ടീച്ചേഴ്സ് എന്ന് എഴുതിയിട്ടുള്ളത് T ത്രൂ ദ ലൈൻ സർക്ലസ്. ഫുൾ സ്റ്റോപ്പിന് അവിടെ ഞാൻ ഇൻറ്റു മാർക്കാണ് ഇട്ടിട്ടുള്ളത്. ഇൻറ്റു മാർക്കാണ് ഇടേണ്ടത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഫോർ എ സ്റ്റുഡൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ടീച്ചർ ക്യാൻ ഡു ഫോർ ഹിം. ഇറ്റ് ഈസ് എന്നുള്ളത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റിന് എബോവ് ദ ലൈൻ എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഫോർ എ സ്റ്റുഡൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ N ടിക്കൻ ചെയ്ത് ഹാൽവ് ചെയ്ത് സർക്ലസ് T ഹാൽവ് എൻ ഹുക്ക്. വാട്ട് എ ടീച്ചർ
ക്യാൻ ഡു ഫോർ ഹിം. അപ്പോൾ ക്യാൻ ഡു എന്നുള്ളത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ക്യാനും ഡു എബോവ് ദ ലൈൻ ആയിട്ടാണ് വരുന്നത്. ഫോർ ഹിം എഴുതുമ്പോൾ ഫോർ കഴിഞ്ഞതിന് ശേഷം എം ഇടുക. അതിന് ശേഷം എമ്മിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു ഡോട്ട് ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫോർ കഴിഞ്ഞിട്ട് എം ഇട്ട് കഴിഞ്ഞാൽ ഫോർ മീ എന്നും വായിക്കാം. അപ്പോൾ ഇത് ഹിമ്മിന് പകരം നമ്മൾ ഡോട്ട് എച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കാം. The teacher cannot get you through your examination if you do not do any work for yourself. Da എന്നുള്ളത് ഓൺ ദ ലൈൻ ആയിട്ട് ഒരു തിക്ക് ഡോട്ട് ഇടുന്നതാണ്. ദ ടീച്ചർ കനോട്ട് എന്നുള്ളത് കെ ഹാൽവ് എൻ ഹുക്ക് ഗെറ്റ് യു ത്രൂ യുവർ. അപ്പോൾ ഗെറ്റ് യു ത്രൂ എന്ന് എഴുതിയിട്ടുള്ളത് ത്രൂ ദ ലൈനാണ്. യുവർ എക്സാമിനേഷൻ ഇഫ് യു ഡു നോട്ട് ഡു എന്ന് എഴുതിയിട്ടുള്ളത് ഡി ഹാൽവ് എൻ ഹുക്ക് ഡി ആണ്. എബോവ് ദ ലൈൻ ആയിട്ടാണ് വരുന്നത്. ഡു നോട്ട് ഡു എനി എന്ന് എബോവ് ദ ലൈൻ. ഇന്നും എനിക്കും ഒരേ ഔട്ട്ലൈനാണ് വരുന്നത്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാക്കിക്കോളാം. വർക്ക് അതുപോലെ വേ എന്നുള്ളത് സ്മോൾ ഹാഫ് സർക്കിളാണ് വരുന്നത്. പിന്നെ ഡൗൺവേർഡ് ആറ് കെ. വർക്ക് ഫോർ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ യുവർ ഗ്രാമലോകാണ്. അതിൻ്റെ കൂടെ സർക്ലസ് അപ്വേർഡ് എഫ് യുവർ സെൽഫ്. ഓക്കെ, യു ഹാവ് ടു അറ്റൻഡ് ടു ഹിം വെദർ ഹി ഈസ് ടേക്കിംഗ് ടു യു ബൈ ലെക്ചറിങ് ഓർ ഗിവിങ് പ്രൈവറ്റ് ട്യൂഷൻ. അപ്പോൾ അത് നോക്കാം. യു ഹാവ് ടു അറ്റൻഡ് എന്ന് എഴുതുമ്പോൾ ടി എൻ ഹുക്ക് ഡി ആണ്. അറ്റൻഡ് ടു ഹിം എന്ന് പറയുമ്പോൾ ടൂയും എമ്മും ആണ് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടു മീ എന്ന് വായിച്ചു പോകും. അപ്പോൾ അതിൽ നമ്മൾ എമ്മിൻ്റെ ലാസ്റ്റ് ഭാഗത്തും മുകളിലായിട്ടൊരു ഡോട്ട് ഇടണം. വെദർ എന്നാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. വാട്ടെവർ എന്നുള്ളതിൻ്റെ ഔട്ട്ലൈനാണ്. വെദർ എന്ന് എഴുതുന്നത് നമ്മൾ വേ ഓൺ ദ ലൈൻ എഴുതുന്നില്ലേ, വേയിൻ്റെ ആ ഒരു ഹുക്ക് കുറച്ചുകൂടി വലുതാക്കുക. അപ്പോൾ അത് വെദർ എന്ന് വായിക്കാം. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് വാട്ടെവറിൻ്റെ ഔട്ട്ലൈനാണ്. വെദർ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ വേയിൻ്റെ ഹുക്ക് കുറച്ച് വലുതാക്കി എഴുതാം. അത്രയേ ഉള്ളൂ. വെദർ എന്നുള്ള അതിൻ്റെ ഔട്ട്ലൈൻ. ഹീ ഈസ് എന്നുള്ളത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഹീ ഈസ് ടേക്കിംഗ് ടു യു ബൈ ലെക്ചറിങ് അപ്വേർഡ് എല്ല് കെ ടെറ് ഇങ് ലെക്ചറിങ് ഓർ ഗിവിങ് പ്രൈവറ്റ് ട്യൂഷൻ. പ്രൈവറ്റ് എന്ന് എഴുതിയിട്ടുള്ളത് പെർ വി ഹുക്ക് ടി. ഐ എന്നുള്ള ആ ഒരു ഡിഫ്തോങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ട്യൂഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ട്യൂഷൻ എന്നുള്ളത് ടി ഇഷ് എൻ ഹുക്ക് ആണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് നോക്കാം. അടുത്ത സെൻറ്റൻസ് നോക്കാം. Therefore, the first thing you have to do is to take note carefully of everything that he says. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോക്കാം. Therefore, ഡബിൾ ചെയ്ത് ത്രൂ ദ ലൈനാണ്. Therefore, the ഫസ്റ്റ് എന്നുള്ളത് സ്റ്റീൽ ലൂപ്പ് ഓൺ ദ ലൈനാണ്. തിങ് ഇങ് ഓൺ ദ ലൈൻ തിങ് ആണ്. യു ഹാവ് ടു ഡു ഈസ് ടു ടേക്ക് നോട്ട് കെയർഫുള്ളി എന്നുള്ളത് കെയർ എന്നുള്ളത് ഗ്രാമുലകാണ്. എഫ് എല്. കെയർഫുള്ളി ഓഫ് എവറിത്തിങ് എന്ന് എഴുതിയിട്ടുള്ളത് എവരി കഴിഞ്ഞതിന് ശേഷം ഒരു ഇങ് കൂടി ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഹി സെയ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്റ്റോപ്പ് എ ടീച്ചർ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അത് നോക്കാം. അത് വന്നിട്ട് ഇറ്റ് ഈസ് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഔട്ട്ലൈന് ഇമ്പ് സർക്ലസ് എബോവ് ദ ലൈനാണ്. ഇമ്പോസിബിൾ ടു സ്റ്റോപ്പ് സ്റ്റീൽ ലൂപ്പ് പി സ്റ്റോപ്പ്. പോസിബിൾ ടു സ്റ്റോപ്പ് എ ടീച്ചർ. എ എന്ന് എഴുതിയിട്ടുള്ളത് ഹെവി ഡോട്ട് എബോവ് ദ ലൈനാണ്. ടീച്ചർ ഹെവി ഡോട്ടാണ് വരുന്നത്. എ ടീച്ചർ ടു ആസ്ക്. ടു എന്ന് മാർക്ക് ചെയ്യുന്നത്
ഓൺ ദ ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. ആസ്ക് എന്ന് പറയുമ്പോൾ സർക്കിൾസ് അല്ല, സ്റ്റോക്സ് കെ എബവ് ദ ലൈൻ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ക്വാ സർക്കിൾസ് ടി എൻ എസ് സർക്കിൾ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ ലീസ്റ്റ് യു ക്യാൻ ഡു ഈസ് ടു റിമെമ്പർ ദോസ് തിങ്സ് യു ഹാവ് ഫൗണ്ട് ഡിഫിക്കൽട്ട് ആൻഡ് ടു മേക്ക് അപ്പ് യുവർ മൈൻഡ് ഇൻ സം വേ ഓർ അതർ, either by asking questions or looking the matter up in books. അത്രയും ഒറ്റ ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അത് മൊത്തം നോക്കാം നമുക്ക്. ദ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എല് സ്റ്റീൽ ലൂപ്പാണ്, എല് ത്രൂ ദ ലൈൻ. യു ക്യാൻ ഡു ഈസ് ടു, ക്യാൻ ഡു എന്നുള്ളത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ക്യാൻ ഡു ഈസ് ടു റിമെമ്പർ ബെർ ഓൺ ദ ലൈൻ ആണ്. റിമെമ്പർ ദാറ്റ് ഈസ്, റിമെമ്പർ കഴിഞ്ഞതിന് ശേഷം റിമെമ്പർ ദോസ് തിങ്സ് എന്ന് എഴുതുന്നത് ഇറ്റ് സർക്കിൾസ് എബവ് ദ ലൈൻ ആണ്. തിങ്സ് യു ഹാവ് ഫൗണ്ട് എന്ന് എഴുതിയിട്ടുള്ളത് എഫ് ഹാൽവേ എൻ ഹുക്ക് പിന്നെ ഔ എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ഡി എഫ് ഹുക്കാണ്. ഡിഫിക്കൽട്ട് and to make MK make up your mind. M halve N hook I എന്നുള്ള ആ ഒരു ഡിഫ്തോങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ സം വേ ഓർ അതർ either by asking questions or looking the matter എന്ന് എഴുതിയിട്ടുള്ളത് എം ഡബിൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെയാണ് മാറ്റർ എഴുതിയിട്ടുള്ളത്. അപ്പ് ഇൻ ബുക്സ്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാരഗ്രാഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഇത് ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ജസ്റ്റ് ടു ലിസൺ ടു ദ ടീച്ചർ, ടു ടേക്ക് എ കെയർഫുൾ നോട്ട് ഓഫ് വാട്ട് ഹീ സേസ് and then try to learn material later. It is not, അത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ഇറ്റ് സർക്കിൾസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് സർക്കിൾസ് എഫ് ഇഷ്, സഫിഷ്യൻറ്റ് ജസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത് ജെ സ്റ്റീൽ ലൂപ്പാണ്. ജസ്റ്റ് ടു ലിസൺ എന്ന് എഴുതിയിട്ടുള്ളത് ഡൗൺവാർഡ് എല് സർക്കിൾസ് എൻ ആണ്. ലിസൺ ടു ദ ടീച്ചർ. ടു ടേക്ക് എന്ന് എഴുതിയിട്ടുള്ളത് ടു എന്ന് എഴുതി, ടേക്ക് താഴെയായിട്ട് എഴുതി. അങ്ങനെ അല്ലെങ്കിൽ ടു കഴിഞ്ഞതിന് ശേഷം ടേക്ക് എഴുതിയാലും മതി. എ കെയർഫുൾ എന്ന് എഴുതിയിട്ടുള്ളത് നോക്കാം. ഫുള്ളാണ്. എന്ന് എഴുതുന്നത് കെയർ എന്നുള്ളതിൻ്റെ ഔട്ട്ലൈൻ ആണ്, അതിനൂടെ ഫുള്ളാണ് എഴുതിയിട്ടുള്ളത്. കെയർഫുൾ നോട്ട് എന്ന് എഴുതിയിട്ടുള്ളത് എൻ ഹാൽവ് ചെയ്ത് ഓൺ ദ ലൈൻ ആണ് എഴുതിയിട്ടുള്ളത്. 2 നോട്ടുണ്ട്. അതിൽ ഈ നോട്ട് NOTE എന്ന് എഴുതുന്നത് ഓൺ ദ ലൈൻ ആണ്. മറ്റേ നോട്ട് എഴുതുന്നത് നമ്മൾ എബവ് ദ ലൈൻ ആയിട്ട് എൻ ഹാൽവ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നോട്ട് ഓഫ് വാട്ട് he says and then try to learn the material എന്ന് പറയുമ്പോൾ അത് എം ഡബിൾ ചെയ്ത് എല്ലാണ്, അപ്പോൾ എല്ലാണ് വരുന്നത്. ലേറ്റർ എല് ടെർ, അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. എ സ്റ്റുഡൻറ്റ് എ എന്നുള്ളത് ഒരു ഹെവി ഡോട്ട് ബൗദ്ധ ലൈനാണ്. സ്റ്റുഡൻറ്റ് സ്റ്റീൽ ലൂപ്പ് ഡി ഹാൽവ് എൻ ഹുക്ക്. സ്റ്റുഡൻറ്റ് നോക്കാം. എ സ്റ്റുഡൻറ്റ് ഗെറ്റ്സ് മോർ ഔട്ട് ഓഫ് ഹിസ് ടീച്ചർ ദ മോർ വർക്ക് ഹീ ഈസ് പ്രിപ്പയർഡ് ടു ഡു എൻറ്റയർലി ഓൺ ഹിസ് ഓൺ. എ സ്റ്റുഡൻറ്റ് ഗെറ്റ്സ് എന്നുള്ളത് ഗെ ടി സർക്കിൾസ് മോർ ഔട്ട് ഓഫ് ഹിസ് ടീച്ചർ. ഈ സർക്കിൾസ് ഓൺ ദ ലൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈസും ഹിസ്സും വരും. അപ്പോൾ അതിൽ ഏതാണെന്നുള്ളത് ആ സെൻറ്റൻസിനനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇവിടെ ഹിസ്സാണ് ടീച്ചേഴ്സ്. ദ മോർ വർക്ക് ഹീ ഈസ് പ്രിപ്പയർഡ് എന്നുള്ളതിൻ്റെ ഔട്ട്ലൈൻ നോക്കാം. പെർ പി ഡൗൺവേർഡ് ആറ് ഹാൽവ് ചെയ്ത് തിക്കം ചെയ്തിട്ടുള്ളതാണ്. റിഡ് എന്നുള്ള ആ ഒരു സൗണ്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ്. ടു ഡു എൻറ്റയർലി എന്ന് പറയുമ്പോൾ എൻ ഹാൽവ് ചെയ്ത് ഡൗൺവേർഡ് ആറ് എൽ. എൻറ്റയർലി
on his own. Okay. In the first place, he needs to think about what his teacher has said. അടുത്ത സെൻറ്റൻസ് ആണ്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഹി നീഡ്സ് എന്ന് എഴുതിയിട്ടുള്ളത് ND സർക്ലസ് ആണ്. ടു തിങ്ക് അബൌട്ട് എന്ന് എഴുതിയിട്ടുള്ളത് B ഹാൽവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നുള്ള ആ ഒരു മാർക്ക് ലാസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. എയും അവിടെ അബൌട്ട് അല്ല അബൌട്ട് എന്നുള്ള പ്രൊണൗൺസിയേഷൻ വരുന്നത്. അബൌട്ട് വാട്ട് ഹിസ് ടീച്ചർ ഹാസ് സെഡ്. ഓക്കെ. വാട്ട് ഹിസ് ടീച്ചർ ഹാസ് സെഡ്. അവിടെ ടീച്ചർ കഴിഞ്ഞതിന് ശേഷം ഒരു ഹാസ് വേണമായിരുന്നു. അതായത് ഒരു സ്മോൾ സർക്കിൾ അബവ് ദ ലൈനായിട്ട് വേണമായിരുന്നു. ഓക്കെ. എ സ്റ്റുഡൻറ്റ്, അടുത്ത സെൻറ്റൻസ് നോക്കാം. എ സ്റ്റുഡൻറ്റ് ഹാസ് ടു പുട്ട് സം ക്വസ്റ്റ്യൻസ് which he feels necessary and then try to obtain answers from the teacher. A student has to put എന്ന് എഴുതിയിട്ടുള്ളത് P ഹാൽവ് ചെയ്ത് ഓൺ ദ ലൈൻ ആണ് പുട്ട് എഴുതിയിട്ടുള്ളത്. അവിടെ എന്നുള്ള വവ്വൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പുട്ട് സം ക്വസ്റ്റ്യൻസ് വിച്ച് എന്ന് എഴുതിയിട്ടുള്ളത് ഓൺ ദ ലൈൻ ആണ്. വിച്ച് ഹി ഫീൽസ് നെസസറി and then try to obtain B above the line T and hook. Obtain answers എന്ന് എഴുതിയിട്ടുള്ളത് N സർക്ലസ് അപ്വേർഡ് R സർക്ലസ് ആണ്. ആൻസേഴ്സ് ഫ്രം ദ ടീച്ചർ. അടുത്തത് നോക്കാം. ഇൻ അഡീഷൻ the student reading should be related to the lessons or lectures that he hears, so that his reading reinforces what he learns orally from his teacher. അത് മൊത്തം ഒരു സെൻറ്റൻസ് ആണ്. അത് നമുക്ക് നോക്കാം. ഇന്ന് കഴിഞ്ഞ ശേഷം അഡീഷൻ എന്ന് എഴുതിയിട്ടുള്ളത് ഡിയും ഷൺഹുക്കാണ്. അവിടെ അഡീഷൻ എന്നുള്ള വവ്വൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ D എന്നുള്ളതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇൻ അഡീഷൻ the student's reading upward R D ഇങ്ങാണ്. should be related lessons related to the എന്ന് എഴുതിയിട്ടുള്ളത് 2 കൂടെ ടിക്ക് ഇതായാണ് വരുന്നത്. ലെസൺസ് എന്ന് എഴുതിയിട്ടുള്ളത് ഡൗൺവാർഡ് L സർക്ലസ് N സർക്ലസ്. ലെസൺസ് ഓർ ലെക്ചേഴ്സ് എന്ന് എഴുതുമ്പോൾ LK ആണ് എഴുതിയിട്ടുള്ളത്. ലെക്ചേഴ്സ് that he hears എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ഡൗൺവാർഡ് R സർക്ലസ് ആണ് വരുന്നത്. സോ ദാറ്റ് ഒരുമിച്ച് എഴുതി. സോ ദാറ്റ് ഹിസ് റീഡിങ് റീഇൻഫോഴ്സസ് നിങ്ങൾക്ക് വേറെ നല്ല ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ അതും എഴുതാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു രീതിക്ക് എഴുതിയെന്നേ ഉള്ളൂ. റീഇൻഫോഴ്സസ് വാട്ട് ഹി ലേൺസ് ഓറലി എന്ന് എഴുതുന്നത് ഡൗൺവാർഡ് R അപ്വാർഡ് L ആണ് വരുന്നത്. ഓറലി ഫ്രം ഹിസ് ടീച്ചർ. അടുത്ത് നോക്കാം. An ideal student is one who has already read carefully the subject with which his teacher is dealing. അത് മൊത്തം ഒരു സെൻറ്റൻസ് ആണ്. അത് നോക്കാം. ആൻ ഐഡിയൽ എന്ന് പറയുമ്പോൾ I എഴുതിയിട്ടുണ്ട് DL. സ്റ്റുഡൻറ്റ് ഈസ് വൺ എന്ന് എഴുതിയിട്ടുള്ളത് വേ എൻ ഹുക്ക്. വൺ ഹൂ ഹാസ് ഓൾറെഡി എന്നുള്ളത് ഓൾ ഗ്രാമലോഗാണ്. റെഡി ഒരുമിച്ച് എഴുതി. ഓൾറെഡി റീഡ് കെയർഫുള്ളി എന്ന് എഴുതുന്നത് നമുക്ക് വേണമെങ്കിൽ FL എഴുതാം, അല്ലെങ്കിൽ കെയർഫുള്ളി എന്ന് അങ്ങനെയും എഴുതാം. ദ സബ്ജക്റ്റ് സർക്ലസ് B ആണ്. സബ്ജക്റ്റ് വിത്ത് വിച്ച് എന്ന് എഴുതുന്നത്
വിത്തിൻ്റെ സിമ്പിളും പിന്നെ വിച്ച് ചെ ഓൺ ദ ലൈൻ ആണ് വരുന്നത്. വിത്ത് വിച്ച് ഹിസ് ടീച്ചർ ഈസ് ഡീലിംഗ്. ഓക്കെ, ഹി ക്യാൻ ദെൻ ലിസൺ അറ്റൻറ്റീവ്ലി ആൻഡ് ടേക്ക് പെർട്ടിക്കുലർ നോട്ട് ഓഫ് ദീസ് പോയിൻറ്റ്സ് ദാറ്റ് ഹാവ് നോട്ട് കം ബിഫോർ ഹിം ഏർലിയർ. ഓക്കെ, അത് നോക്കാം. He can then listen attentively എന്ന് എഴുതിയിട്ടുള്ളത് ടി ഹാൽവ് എൻ ഹുക്ക് വി എല്ലാണ് ഡൗൺവാർഡ് എല്ലാണ് attentively ആൻഡ് ടേക്ക് പെർട്ടിക്കുലർ പെർ ഹാൽവ് അബോവ് ദ ലൈൻ ആണ് പെർട്ടിക്കുലർ നോട്ട് ഓഫ് ദീസ് എന്ന് എഴുതുന്നത് ഓഫ് എഴുതിയതിന് ശേഷം അതിൻ്റെ കൂടെ ഇത്ത് സർക്ലസ് ആണ് ഓഫ് ദീസ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ പി ഹാൽവ് എൻ ഹുക്കിൻ്റെ കൂടെ എൻ എസ് സർക്കിൾ, അതായത് പി ഹാൽവ് എൻ എസ് സർക്കിളാണ്. അവിടെ ഒ എന്നുള്ള ആ ഒരു ഇത് മാർക്ക് ചെയ്യണം, പോയിൻറ്റ്സ്. ഓക്കെ, പോയിൻറ്റ്സ് ദാറ്റ് ഹാവ് ഒരുമിച്ച് എഴുതി, ദാറ്റും ഹാവ് ഒരുമിച്ച് എഴുതി. നോട്ട് കം ബിഫോർ ബി ഫെറിനാണ് എഴുതിയിട്ടുള്ളത്. ഹിം എന്ന് പറയുമ്പോൾ എം ഓൺ ദ ലൈൻ എഴുതി ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് ഹിം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഏർലിയർ അത് ഡൗൺവാർഡ് ആറ് അപ്വാർഡ് എല്ല് ഡൗൺവാർഡ് ആറാണ് എഴുതിയിട്ടുള്ളത്. വാട്ട് ഓൾ ദിസ് അമൗണ്ട് ടു ഈസ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഷുഡ് ഫുള്ളി എൻഗേജ് ഹിംസെൽഫ് വിത്ത് ഹിസ് സബ്ജക്റ്റ്. ഓക്കെ, അത് നോക്കാം. വാട്ട് എന്ന് എഴുതിയിട്ടുള്ളത് ശ്രദ്ധിക്കുക. വാട്ട് ഓൾ ദിസ് ഒരുമിച്ച് എഴുതി. ഓൾ ദിസ് അമൗണ്ട്സ് എന്ന് എഴുതുമ്പോൾ ആ എന്നുള്ള വൗവൽ മാർക്ക് ചെയ്യണം. പിന്നെ എം ഹാൽവേ ചെയ്തു, എൻ ഹുക്ക് ഇട്ടു, സർക്ലസ് എഴുതി. അമൗണ്ട്സ് ഔ എന്നുള്ള ആ ഒരു ഡിഫ്തോങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടു ഈസ് അത് ഒരുമിച്ച് എഴുതി. ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഷുഡ് ഫുള്ളി എൻഗേജ് എന്ന് എഴുതുന്നത് എൻ ഗേ ആണ്. എൻഗേജ് അങ്ങനെയല്ല കേട്ടോ എഴുതേണ്ടത്, എൻ ഗേ ജെ ആണ് എൻഗേജ് എന്ന് എഴുതുന്നത്. അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്, അതൊന്ന് മാറ്റുക. ഹിംസെൽഫ് എം സർക്ലസ് ഓൺ ദ ലൈൻ ആണ്. വാട്ട് ഹിസ് എഴുതി ഒരുമിച്ച് സബ്ജക്റ്റ് സർക്ലസ് ബി ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ തെറ്റുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. എഴുതുമ്പം മാറിപ്പോകുന്നതാണ്. അടുത്ത് നോക്കാം. എ ബേസിക് സ്റ്റുഡൻറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ് വിത്തൗട്ട് എനി assistance other than his own efforts on the subject he is studying. Okay, അത് നോക്കാം. എ ബേസിക് സ്റ്റുഡൻറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ് വിത്തൗട്ട് എന്ന് എഴുതിയിട്ടുള്ളത് നോക്കുക. ഇത്ത് ഹാൽവ് ചെയ്ത് അത് ഓൺ ദ ലൈനാണ്. വിത്തൗട്ട് എനി അസിസ്റ്റൻസ് അവിടെ സർക്ലസ് അല്ല, സ്റ്റോക്കസ് സർക്ലസ് ടി എൻ എസ് സർക്കിളാണ്. അതർ ദാൻ ഹിസ് ഓൺ എഫേർട്സ് എന്ന് എഴുതിയിട്ടുള്ളത് ഞാൻ ഫെർ ഹാൽവ് ചെയ്ത് സർക്ലസ് ആണ് എഴുതിയിട്ടുള്ളത്. ഓൺ ദ എന്ന് പറയുമ്പോൾ ഓണ് നമ്മൾ നേരെയാണ് എഴുതുക. ഓൺ ദ എന്ന് പറയുമ്പോൾ കുറച്ച് ചെരിച്ച് എഴുതണം. ഓൺ ദ സബ്ജക്റ്റ് സർക്ലസ് ബി ആണ്. സബ്ജക്റ്റ് ഹീ ഈസ് ഒരുമിച്ച് എഴുതി. സ്റ്റഡി സ്റ്റീ ലൂപ്പ് ഡി ഡോട്ടിംഗ് ആണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹി വർക്ക്സ് അറ്റ് ദീസ് ആൻഡ് മാസ്റ്റേഴ്സ് ദം. ഹി വർക്ക്സ് അറ്റ് ദീസ് എന്ന് എഴുതിയിട്ടുള്ളത് ഇത്ത് സർക്ലസ് ത്രൂ ദ ലൈൻ ആണ്. ആൻഡ് മാസ്റ്റേഴ്സ് എം സർക്ലസ് സർക്ലസ് ആണ്. മാസ്റ്റേഴ്സ് ദം ഇത്ത് ഓൺ ദ ലൈൻ ആണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദിസ് ഈസ് വാട്ട് സ്റ്റഡി റിയലി ഷുഡ് ബി ആൻഡ് എവറിത്തിങ് എൽസ് that may be obtained from lessons. This is എന്ന് എഴുതുന്നത് ഇത്ത് സർക്കിളാണ് ഓൺ ദ ലൈൻ. ദിസ് ഇസ് വാട്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ സ്റ്റീ ലൂപ്പ് ഡി അവിടെ സ്റ്റാ എന്ന് എഴുതുന്നത് സ്റ്റീ ലൂപ്പിൻ്റെ ആ എന്നുള്ള വവ്വല് ഡീൻ്റെ ലെഫ്റ്റ് സൈഡിലും പിന്നെ ഇ എന്നുള്ള വവ്വല് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി റിയലി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ അപ്വാർഡ് എല്ലാം എഴുതാവുന്നതാണ്. റിയലി എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാം. റിയൽ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. റിയലി എന്ന് എഴുതുമ്പോൾ അപ്വാർഡ് എല്ലാം ഉപയോഗിച്ചിട്ട് എഴുതാവുന്നതാണ്. ഇവിടെ വവ്വൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ല. ഓക്കെ, ഇങ്ങനെയും എഴുതാം അങ്ങനെയും എഴുതാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഷുഡ് ബി
ആൻഡ് എവരിത്തിങ് എൽസ് എന്ന് എഴുതിയിട്ടുള്ളത് അപ്വേർഡ് എൽ സർക്കുലസ് ആണ്. എ എന്നുള്ള വവ്വൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൽസ് ദാറ്റ് മേ ബി ഒബ്റ്റെയിൻഡ് ബി ടി ഹാഫ് എൻ ഹുക്കാണ് ഫ്രം ലെസൺസ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ ലെക്ചേഴ്സ് ഫ്രം ടീച്ചേഴ്സ് ആർ അഡീഷൻ ടു ദ ബേസിക് എക്യുപ്മെൻറ്റ് അറ്റ് എ സ്റ്റുഡൻറ്റ് ഡിസ്പോസൽ. അടുത്ത് നോക്കാം. ദ ലെക്ചേഴ്സ് ഫ്രം ടീച്ചേഴ്സ് ആർ അഡീഷൻസ് ടു ദ ബേസിക് എക്യുപ്മെൻറ്റ് എഴുതിയിട്ടുള്ളത് നോക്കുക. ക്വ എന്നുള്ള സിമ്പല്, അതായത് നമ്മൾ കിള്ളെന്നുള്ള ആ ഒരു ഇത് എഴുതുന്നതിന് പകരം വലിയൊരു ഹുക്ക്. എക്യുപ്മെൻറ്റ് PM ഹാൽവ് എൻ ഹുക്കാണ് വരുന്നത് കേട്ടോ. എക്യുപ്മെൻറ്റ് അറ്റ് ദ സ്റ്റുഡൻറ്റ് ഡിസ്പോസൽ ഡി സർക്കുലസ്, ഡി ത്രൂ ദ ലൈൻ സർക്കുലസ്, P സർക്കുലസ് L ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.